നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പോസ്റ്റൽ ബാലറ്റ് വിവാദത്തിൽ ജി സുധാകരന്റെ തിരുത്ത്. പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയെന്ന പരാമർശം ഭാവന ചേർത്ത് പറഞ്ഞതാണെന്ന് ജി സുധാകരൻ ചേർത്തല കടക്കരപ്പള്ളിയിൽ പറഞ്ഞു. ആലപ്പുഴയിൽ കോളറ ബാധിതനായി ചികിത്സയിലിരുന്ന ഗൃഹനാഥൻ മരിച്ചു. എടത്ത തലവടി 6-ാം വാർഡിൽ പുത്തൻപറമ്പിൽ 48 വയസ്സുള്ള PG രഘുവാണ് മരിച്ചത്. ആലപ്പുഴ KSDP സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാർ ആശുപത്രികളിലേക്ക് മരുന്ന് നൽകിയ ഇനത്തിൽ ലഭിക്കാനുള്ളത് 39.5 കോടി രൂപ. വിദ്യാഭ്യാസ വകുപ്പ് നൽകാനുള്ളത് 2.63 കോടി രൂപ. ആലപ്പുഴ നഗരത്തിലെ പ്രശസ്തമായ മത്സ്യകന്യകാ ശില്പം തകർക്കാനുള്ള നീക്കത്തിനെതിരെ സാംസ്കാരിക സംഘടനയായ KPCC സംസ്കാര സാഹിതി വികസനത്തിന് എതിരല്ലെന്നും ഇത്തരം സാംസ്കാരിക ചിഹ്നങ്ങൾ നശിപ്പിക്കാതെ അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റണമെന്നും KPCC സാംസ്കാരിക സാഹിതി വ്യക്തമാക്കി. ജില്ലയിൽ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി 394 ക്യാമ്പുകൾ സജ്ജമായെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. വിശദമായ വാർത്തകളിലേക്ക്. പോസ്റ്റൽ ബാലറ്റ് വിവാദത്തിൽ ജി സുധാകരന്റെ തിരുത്ത്. പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയെന്ന് ഭാവന ചേർത്ത് പറഞ്ഞതാണെന്ന് ജി സുധാകരൻ ചേർത്തല കടക്കരപ്പള്ളിയിൽ പറഞ്ഞു. പോസ്റ്റൽ ബാലറ്റ് വിവാദത്തിൽ മുൻ മന്ത്രിയും CPM നേതാവുമായ ജി സുധാകരന്റെ തിരുത്ത്. പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയെന്ന പരാമർശം ഭാവന ചേർത്ത് പറഞ്ഞതാണെന്ന് ജി സുധാകരൻ. താൻ ഇതേവരെ പോസ്റ്റൽ ബാലറ്റ് തുറക്കുകയോ തിരുത്തുകയോ ചെയ്തിട്ടില്ലെന്നും ജി സുധാകരൻ വ്യക്തമാക്കി. NGOമാർ ഇതുപോലെ നിങ്ങളെപ്പോലെ അവരുടെ ആദ്യകാല സംഘാടകരുടെ വലിയ സമ്മേളനം 100-500 പേരുണ്ട്. 100-300 ആദ്യകാല സംഘാടകർ, 200 പുതിയ NGOമാർ. അവിടെ സംസാരിച്ചപ്പോൾ സ്റ്റേജിലുള്ള ഒരു പഴയ നേതാവിനോട് പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോസ്റ്റൽ ബാലറ്റ് ഇലക്ഷൻ ഡ്യൂട്ടിയുള്ളവരൊക്കെ ഉള്ളൂ പോസ്റ്റൽ ബാലറ്റ്, അല്ലാത്തവർക്ക് നേരിട്ട് പോയി അവർ വോട്ട് ചെയ്ത് നമ്മുടെ ആഫീസിലൊക്കെ കൊണ്ട് തരുന്നുണ്ട്. അത് പരിശോധിച്ചാൽ നമുക്കല്ല വോട്ട് ചെയ്തേക്കുന്നത്. ചിലത് എന്താണ് എടുത്ത് അതൊന്ന് പറഞ്ഞേക്കണമെന്ന് പറയുന്നത്. ഞാനപ്പോൾ പൊതുവെ പറഞ്ഞതാണ്. ഞാൻ ആ പറഞ്ഞ കൂട്ടത്തിൽ ലേശം ഭാവനയും കലർത്തി പറഞ്ഞു. അതെ, അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ പാർട്ടി ഓഫീസിലങ്ങ് ഒരു ബാലറ്റും തുറന്ന് നോക്കിയിട്ടില്ല. ഒരു ബാലറ്റും ആരും തിരുത്തിയിട്ടില്ല. ഞാനതിലൊന്നും പങ്കെടുത്തിട്ടേയില്ല. ഞാൻ ഇന്നവരെ കള്ളവോട്ട് ചെയ്തിട്ടുമില്ല. ഞാൻ 20 വർഷം MLA ആയി ഒരിക്കൽ പോലും കള്ളവോട്ട് ചെയ്യാൻ ഞാൻ ആർക്കും പൈസ കൊടുത്തിട്ടില്ല. അതിന് 10,000 രൂപ വേണം. ആ കോളനി കൊടുക്കാൻ ഞാൻ 10 പൈസ കൊടുക്കില്ല. അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇല്ലാത്തൊരു കാര്യം, അസംഭാവ്യമായ ഒരു കാര്യം ചിലരങ്ങനെ ചെയ്യുന്നുവെന്ന് പ്രചാരവേള നടക്കുന്നത് കൊണ്ട് അവർക്കൊരു ജാഗ്രത കൊടുക്കാനും ചെറിയൊരു ഭീഷണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിയുന്നുണ്ട് എന്നൊരു തോന്നൽ വരുത്താൻ വേണ്ടി പറഞ്ഞു പോയതാണ്. നമ്മുടെ മാധ്യമങ്ങളും കൂടെ അതുകൊണ്ട് എടുത്തിട്ട് ഇപ്പോൾ നമുക്ക് വേറെ വാർത്തയൊന്നുമില്ല. അത്രയേ ഉള്ളൂ. ഞാനവരെ കുറ്റപ്പെടുത്തുകയല്ല, അവരെ കുറ്റപ്പെടുത്തതേ ഇല്ല. മനസ്സിലായില്ല? ഇത്രയേ ഉള്ളൂ. അതന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥനോട് ഞാൻ പറയാം. ഒരു ഉദ്യോഗസ്ഥൻ വന്നായിരുന്നു, ഞാൻ പറയുകയും ചെയ്തു ഇതാണ് സംഭവം. അങ്ങനെ സംഭവമില്ല. ചേർത്തല കടക്കരപ്പള്ളിയിൽ CPI സംഘടിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പോസ്റ്റൽ ബാലറ്റ് തുറന്നു നോക്കി തിരുത്തിയെന്ന് പൊതുവെ പറഞ്ഞ കൂട്ടത്തിൽ ഭാവന ചേർത്ത് സൂചിപ്പിച്ചതാണ്. താനോ പാർട്ടിയോ ഇതേവരെ അങ്ങനെ ചെയ്തിട്ടില്ല. കള്ളവോട്ട് ചെയ്യാൻ താൻ ഇതേവരെ ആർക്കും പണവും നൽകിയിട്ടില്ല. മൊഴിയെടുക്കാൻ വന്ന ഉദ്യോഗസ്ഥരോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങൾ അവർക്ക് ആവശ്യമുള്ളത് മാത്രമാണ് കൊടുക്കുന്നതെന്നും ജി സുധാകരൻ പറഞ്ഞു. CPMകാർ പണ്ടേ ഇതാണ് ചെയ്യുന്നതെന്ന് ആരോപിച്ച KPCC ജനറൽ സെക്രട്ടറി AA ഷുക്കൂറിനും ജി സുധാകരൻ മറുപടി നൽകി. ഷുക്കൂർ സാഹിബ് എന്ന് പറയുന്നത് കേട്ടു. ഇത് ഞങ്ങൾ പണ്ടേ പറഞ്ഞതാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന്. കോൺഗ്രസ്സുകാർ കലക്ട് ചെയ്യാറില്ലേ? കോൺഗ്രസ്സുകാരൊന്നും കലക്ട് ചെയ്യാറില്ലേ? BJP കലക്ട് ചെയ്യുന്നില്ല. നമ്മൾ കാണുന്നുള്ള കലക്ട് ചെയ്യുന്നത്. ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഞാൻ കള്ളവോട്ട് ചെയ്തിട്ടില്ല. ആരും കള്ളവോട്ട് ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല. ഞാനൊരു പോസ്റ്റൽ ബാലറ്റ് തുറന്ന് നോക്കിയിട്ടില്ല. കേട്ടല്ലോ, ഞാൻ ആരുടെയും തിരുത്തിയിട്ടില്ല. ഞാൻ തിരുത്തിയാൽ പിന്നെ ബാലറ്റ് തന്നെ നഷ്ടപ്പെടും. കാരണം ഇതിൻ്റെ അക്ഷരം വളരെ മോശമാണ്. കാരണം ഞാൻ എഴുതി കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ എഴുതി ഞാൻ വീണ്ടും. കാരണം അങ്ങനെ എൻ്റെ കൈയക്ഷരം നോക്കി അറിയാം. ഒന്നും വായിക്കാനൊക്കത്തില്ല ആർക്കും. അപ്പം ഞാനത് വോട്ടൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് നമ്മൾ ഇൻറ്റുവോ ടിക്കോ ഒക്കെ ചെയ്യുന്നില്ല. വളരെ സൂക്ഷിച്ച് ചെയ്യുന്നത്. കാരണം അത് അസാധു പോകാൻ പാടില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യം. അതുകൊണ്ട് പ്രത്യേക ദിവസം എന്ന് പറഞ്ഞ് ഇതിനെപ്പറ്റിയാണോ എന്ന് എനിക്കറിയില്ല. മനസ്സിലായില്ല? ഇത് ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? കടക്കരപ്പള്ളിയിൽ നടന്ന കുടുംബസംഗമത്തിൽ NS ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു. MC സിദ്ധാർത്ഥൻ, KK പ്രഭു, സന്ധ്യ ബെന്നി, PD ഗഗാറിൻ, S ഷിജി, TK രാമനാഥൻ, R പൊന്നപ്പൻ, PM വിദ്യാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. കോളറ ബാധിതനായി ചികിത്സയിലിരുന്ന
ഗൃഹനാഥൻ മരിച്ചു. എടത്വ തലവടി 6-ാം വാർഡിൽ പുത്തൻപറമ്പിൽ 48 വയസ്സുള്ള PG രഘുവാണ് മരിച്ചത്. കോളറ ബാധിതനായി ചികിത്സയിലിരുന്ന രോഗി മരിച്ചു. തലവടി ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിൽ നീരേറ്റുപുറം പുത്തൻപറമ്പിൽ PG രഘുവാണ് വെള്ളിയാഴ്ച പുലർച്ചെ 1:30 തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത്. ഗുരുതരാവസ്ഥയിലായിരുന്ന രഘു വെന്റിലേറ്ററിന്റെ സഹായത്താലാണ് ജീവൻ നിലനിർത്തിയത്. രഘുവിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 3:30 വീട്ടുവളപ്പിൽ നടന്നു. രാജിയാണ് ഭാര്യ. ബാംഗ്ലൂരിൽ 1-ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയായ ശിവപാർവതി ഏകമക്കളാണ്. ടൈം ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴ KSDP സാമ്പത്തിക പ്രതിസന്ധിയിൽ. സർക്കാർ ആശുപത്രികൾക്ക് മരുന്ന് നൽകിയ ഇനത്തിൽ ലഭിക്കാനുള്ളത് 39.5 കോടി രൂപ. വിദ്യാഭ്യാസ വകുപ്പ് നൽകാനുള്ളത് 2.63 കോടി രൂപ. സർക്കാർ ആശുപത്രികളിലേക്ക് മരുന്ന് നൽകിയ ഇനത്തിൽ ലഭിക്കാനുള്ളത് 39.5 കോടി രൂപ. കുടിശ്ശികയായതോടെ പ്രതിസന്ധിയിലായ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡിന് വിദ്യാഭ്യാസ വകുപ്പ് നൽകാനുള്ളത് 2.63 കോടി. കോവിഡ് കാലത്ത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഉപയോഗിക്കാനും സ്കൂൾ തുറന്നപ്പോൾ ക്ലാസ് മുറികളിലെ ആവശ്യത്തിനും വിദ്യാഭ്യാസ വകുപ്പ് വാങ്ങിയ സാനിറ്റൈസറിന്റെ വിലയാണിത്. സർക്കാർ വകുപ്പുകൾ പണം കുടിശ്ശികയാക്കിയാൽ അതിന് പലിശയോ പിഴയോ നൽകാറില്ല. എന്നാൽ മരുന്ന് ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും KSDP നൽകാനുള്ള പണം കുടിശ്ശികയായാൽ പിഴ നൽകണം. വിവിധ സ്ഥാപനങ്ങൾക്കായി 40 കോടി രൂപയാണ് KSDP നൽകാനുള്ളത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് KSDPയിലെ ക്യാപ്സൂൾ ഇഞ്ചക്ഷൻ വിഭാഗങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. വൈദ്യുതി ചാർജ് കുടിശ്ശിക 25 ലക്ഷമായതോടെ കുടിശ്ശിക തീർത്തില്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കുമെന്ന് KSEB അറിയിച്ചിട്ടുമുണ്ട്. സ്ഥാപനത്തെ രക്ഷിക്കാൻ സർക്കാർ ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗസ്ഥർ. ടൈം ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴ നഗരത്തിലെ പ്രശസ്തമായ മത്സ്യകന്യകാ ശില്പം തകർക്കാനുള്ള നീക്കത്തിനെതിരെ KPCC സാംസ്കാരിക സാഹിതി. വികസനത്തിന് തങ്ങൾ എതിരല്ലെന്നും അനുയോജ്യമായ മറ്റൊരു സ്ഥലത്തേക്ക് ശില്പം മാറ്റണമെന്നും KPCC സാംസ്കാരിക സാഹിതി വ്യക്തമാക്കി. ആലപ്പുഴ നഗരത്തിലെ പ്രശസ്തമായ മത്സ്യകന്യകാ ശില്പം തകർക്കാനുള്ള നീക്കത്തിനെതിരെ സാംസ്കാരിക സംഘടനയായ KPCC സംസ്കാര സാഹിതി രംഗത്ത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ശില്പം ഒരു കലാകാരന്റെ വിലമതിക്കാനാകാത്ത കൃതിയാണെന്നും ഇത് ആലപ്പുഴയുടെ സാംസ്കാരികപരമായ മുഖച്ഛായയുടെ ഭാഗമാണെന്നും സംഘടന വ്യക്തമാക്കി. വികസനത്തിന് എതിരല്ലെന്നും ഇത്തരം സാംസ്കാരിക ചിഹ്നങ്ങൾ നശിപ്പിക്കാതെ സംരക്ഷിക്കപ്പെടണമെന്നും അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റണമെന്നും KPCC സംസ്കാര സാഹിതി വ്യക്തമാക്കി. കലയും വികസനവും കൈകോർത്ത് നടക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. പ്രതിഷേധ സമരം സംസ്ഥാന ജനറൽ സെക്രട്ടറി അനി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഈ കിഴക്കിന്റെ വെനീസായ ഈ തോടിന്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ശില്പം, അതിമനോഹരമായ ഈ ശില്പം സംരക്ഷിക്കുവാൻ സംസ്ഥാന ഗവൺമെന്റ്, ഇവിടെ നമുക്കറിയാം നമ്മുടെ ജില്ലക്കാരൻ തന്നെയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി, ഏത് സമയത്തും പ്രതികരിക്കുവാൻ വേണ്ടി രംഗത്ത് വരുന്ന കുന്തവും കുറച്ചക്കറവും എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ പലതരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തി വിവാദത്തിൽപ്പെട്ടിട്ടുള്ള ആ മന്ത്രി ഒരു പക്ഷേങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നല്ല കാര്യത്തിന് നേതൃത്വം കൊടുക്കുവാൻ മുന്നോട്ട് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ജില്ലാ സാഹിതി ചെയർമാൻ A. കബീർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് സംസ്ഥാന കൺവീനർ ആലപ്പി അഷ്റഫ്, സെക്രട്ടറിമാരായ ജയേഷ് തമ്പാൻ, തോമസ് പാലത്തറ, അഞ്ജയിൽ രഘു, സംസ്ഥാന കമ്മിറ്റി അംഗം അജയൻ വി കാട്ടുങ്കൽ, KE അഹമ്മദ് കൊല്ലക്കടവ, സുബൈർ ക്രീം കോർണർ, തോമസ് വള്ളിക്കാടൻ, അനിൽ തൈവീടൻ, സാജിദ് സാസ്കോ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. ജില്ലയിൽ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി 394 ക്യാമ്പുകൾ സജ്ജമായെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. മഴക്കാലത്ത് അടിയന്തര സാഹചര്യങ്ങളിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനായി 394 ക്യാമ്പുകൾ ജില്ലയിൽ സജ്ജമാണെന്ന് കളക്ടർ അലക്സ് വർഗീസ്. മഴക്കാല മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന വകുപ്പ് മേധാവികളുടെ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു കളക്ടർ. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടരേണ്ട സാഹചര്യത്തിൽ പഞ്ചായത്തും വില്ലേജ് ഓഫീസർമാരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. പഞ്ചായത്ത് തല ദുരന്ത നിവാരണ കമ്മിറ്റികൾ മുൻകൂട്ടി വിളിച്ചു ചേർത്ത സാഹചര്യം വിലയിരുത്തണം. ക്യാമ്പുകളിലേക്ക് 1.5 മാസത്തേക്കുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ ശേഖരമുള്ളതായി സപ്ലൈകോ അറിയിച്ചു. ദേശീയപാത നിർമ്മാണം നടക്കുന്ന സാഹചര്യത്തിൽ കാനകളിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകി വെള്ളക്കെട്ടുണ്ടാകുന്നത് തടയാൻ പ്രാദേശിക നീരൊഴുക്ക് ചാലുകളുമായി ഇവയെ ബന്ധിപ്പിക്കും. പൊതുമരാമത്ത് വകുപ്പ് റോഡുകളുടെ ഇരുവശങ്ങളിലെയും കാനകൾ വൃത്തിയാക്കി നീരൊഴുക്ക് പരിശോധിക്കും. ഓരുമുട്ടുകൾ മഴക്കാലത്തിന് മുന്നോടിയായി നീക്കം ചെയ്യും. പാലങ്ങളുടെയും കീഴിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ജലസേചന വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാതിരിക്കാനുള്ള പ്രതിരോധ മരുന്നുകൾ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി ജനങ്ങൾക്ക് ലഭ്യമാക്കണം. ജല അതോറിറ്റി വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധിക്കും. വളർത്തുമൃഗങ്ങളുടെ സംരക്ഷണത്തിന് അടിയന്തര ഘട്ടങ്ങളിൽ അവയെ ഉയരമുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റാനും തീറ്റ ഉറപ്പുവരുത്താനും മൃഗസംരക്ഷണ വകുപ്പ് നടപടി സ്വീകരിക്കണം. സബ് കളക്ടർ സമീർ കിഷൻ, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ C. പ്രേംജി എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. ഏഷ്യൻ ഇൻഡോർ റോവിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ യോഗ്യത നേടി ചേർത്തല സ്വദേശി അദ്വൈത്. ആലപ്പുഴയിൽ നടന്ന നാഷണൽ ഇൻഡോർ ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചാണ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അദ്വൈത് അർഹനായത്. മെയ് 26 മുതൽ 31 വരെ തായ്ലൻഡിൽ നടക്കുന്ന ഏഷ്യൻ ഇൻഡോർ റോവിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചേർത്തല സ്വദേശിയായ അദ്വൈതും പങ്കെടുക്കും. ആലപ്പുഴയിൽ കഴിഞ്ഞ മാസം നടന്ന ദേശീയ ഇൻഡോർ റോവിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 500-ലേറെ കായിക താരങ്ങൾ പങ്കെടുത്തിരുന്നു.
സീനിയർ വിഭാഗത്തിൽ 2 ഗോൾഡ് മെഡൽ നേടിയാണ് 20-കാരനായ അദ്വൈത് തായ്ലൻഡിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയത്. ആലപ്പുഴ പുന്നമടയിലെ സായി വാട്ടർ സ്പോർട്സ് സെന്ററിൽ ഇപ്പോൾ തീവ്ര പരിശീലനത്തിലാണ് അദ്വൈത്. 10ാം ക്ലാസ് വരെ ചേർത്തല ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഹയർ സെക്കൻഡറി പരീക്ഷ ചേർത്തല തെക്ക് അരിപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് പഠിച്ചത്. ചേർത്തല നഗരസഭ 25ാം വാർഡിൽ കൈലാസത്തുവെളി KK സുരേഷിൻ്റെയും ബിന്ദു മോളുടെയും മകനാണ് അദ്വൈത്. അഭിരാമി സഹോദരി. ടൈം ന്യൂസ് ചേർത്തല. മാതൃഭൂമി മുൻ സ്പെഷ്യൽ കറസ്പോണ്ടന്റും മാതൃഭൂമി ആലപ്പുഴ ചീഫ് റിപ്പോർട്ടറുമായിരുന്ന ജോയ് വർഗീസിന്റെ സ്മരണാർത്ഥം ജോയ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരം മാതൃഭൂമി ന്യൂസ് കൊല്ലം സീനിയർ റിപ്പോർട്ടർ രതീഷ് രവിക്ക്. മാതൃഭൂമി മുൻ സ്പെഷ്യൽ കറസ്പോണ്ടന്റും ആലപ്പുഴ ബ്യൂറോ ചീഫുമായിരുന്ന ജോയ് വർഗീസിന്റെ സ്മരണാർത്ഥം ജോയ് വർഗീസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരത്തിന് മാതൃഭൂമി കൊല്ലം സീനിയർ റിപ്പോർട്ടർ രതീഷ് രവി അർഹനായി. കാട്ടിനുള്ളിൽ വീണ്ടും യൂക്കാലി, വനനിയമം കുഴിച്ചുമൂടി വനം വകുപ്പ് എന്ന വാർത്തയ്ക്കാണ് അവാർഡ്. 15,001 രൂപയും ഫലകവും ഉൾപ്പെടുന്ന പുരസ്കാരം മെയ് 19 രാവിലെ സമ്മാനിക്കും. രാവിലെ 10 മണിക്ക് ആലപ്പുഴ സെൻറ് തോമസ് സിറിയൻ ഓർത്തഡോക്സ് പള്ളി കോൺഫറൻസ് ഹാളിലാണ് സമ്മേളനം നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പുരസ്കാരദാനവും അദ്ദേഹം നിർവഹിക്കും. ഫൗണ്ടേഷൻ ചെയർമാൻ ടോമി പുൽക്കാട്ടിൽ അധ്യക്ഷത വഹിക്കും. PP ചിത്തരത്തിൽ MLA ജോയ് വർഗീസ് അനുസ്മരണ പ്രഭാഷണം നടത്തും. മാതൃഭൂമി ന്യൂസ് എഡിറ്റർ KG ജ്യോതിർഘോഷ്, ദി ഹിന്ദു മുൻ സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് രാധാകൃഷ്ണൻ കുറ്റൂർ, മലയാള മനോരമ മുൻ സീനിയർ അസിസ്റ്റന്റ് എഡിറ്റർ MK വിനോദ് കുമാർ എന്നിവരുൾപ്പെട്ട പാനലാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. ടൈം ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴ പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രിയിൽ ഏർപ്പെടുത്തിയ വിവിധ ആധുനിക ചികിത്സാ സംവിധാനങ്ങളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കുമെന്ന് സംഘാടകർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേവലം ഒരു താലൂക്ക് ആശുപത്രി എന്ന നിലയിലപ്പുറമായി ആ താലൂക്ക് ആശുപത്രിയുടെ നിലയിലേക്ക് ഹോസ്പിറ്റലിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വളരെയേറെ ത്യാഗവും പ്രയാസവും സഹിച്ചാണ് ഇന്നത്തെ ആധുനിക സംവിധാനത്തിലേക്ക് ഇപ്പോൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ലഭ്യമാകുന്ന ഫണ്ടിൽ നല്ല ഒരു ശതമാനം തുക തന്നെ അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കപ്പെടുകയുണ്ടായി. ആ ഘട്ടത്തിലാണ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ 2018 വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ധനകാര്യമന്ത്രി അന്ന് അവിടെ സന്ദർശിക്കുകയും ഹോസ്പിറ്റലിൻ്റെ ശോചനീയാവസ്ഥ കണ്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് നമുക്ക് 145 കോടിയുടെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് ബഹുതല കെട്ടിടങ്ങളടക്കം ഉള്ള ഒരു ആശുപത്രി ഉയർത്തിക്കൊണ്ടുവരുമെന്ന് വരികയും ചെയ്തു. ആസ്പത്രിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന സൗകര്യങ്ങൾ ആയിട്ടുള്ള മേജർ ഓപ്പറേഷൻ തിയേറ്റർ, എസെൻഷ്യൽ ആയിട്ടുള്ള മറ്റ് സൗകര്യങ്ങൾ, അതായത് ലേബർ റൂം, ലേബർ വാർഡ്, അതോടൊപ്പം തന്നെ മൈനർ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ, പീഡിയാട്രിക് വാർഡ്, നിയോനറ്റൽ കെയർ യൂണിറ്റ്, കമ്പ്യൂട്ടറൈസ്ഡ് എക്സ്റേ, ഫിസിയോതെറാപ്പി സൗകര്യങ്ങൾ, ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തൊരു ആശുപത്രിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിലൂടെ ഈ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൻ്റെ ഉദ്ഘാടനമാണ് ഈ വരുന്ന തിങ്കളാഴ്ച 19-ാം തീയതി രാവിലെ 10 മണിക്ക് ആസ്പത്രിയുടെ അങ്കണത്തിൽ നടക്കുന്നത്. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് രാജശ്രീ മേഡാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യാതിഥിയായിട്ട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MP പ്രിയ ടീച്ചറും പങ്കെടുക്കുന്നുണ്ട്. പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രിയിൽ ഏർപ്പെടുത്തിയ വിവിധ ആധുനിക ചികിത്സാ സംവിധാനങ്ങളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 10-ന് ആശുപത്രി അങ്കണത്തിൽ നടക്കും. പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്യും. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സൈജു ഹമീദ് അധ്യക്ഷത വഹിക്കും. മേജർ ആൻഡ് മൈനർ ഓപ്പറേഷൻ തിയേറ്റർ ശസ്ത്രക്രിയാ സമുച്ചയം ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV പ്രിയയും, കോൺഫറൻസ് ഹാൾ OP കൗണ്ടർ ഉദ്ഘാടനം വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK വേണുഗോപാലും, പുതിയ പോസ്റ്റ്മോർട്ടം യൂണിറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസും, ഫിസിയോതെറാപ്പി ആധുനിക ഉപകരണങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് നീനു ജോസഫും, ലേബർ റൂം ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന ജോസഫും നിർവഹിക്കും. ശീതീകരിച്ച ലാബ്, ഫാർമസി സംവിധാനം, സമ്പൂർണ്ണ ഓട്ടോമാറ്റിക് ബയോകെമിസ്ട്രി അനലൈസർ, ശീതീകരിച്ച കമ്പ്യൂട്ടറൈസ്ഡ് എക്സ്റേ മുറി, അമേരിക്കൻ നിർമ്മിത യന്ത്രം, പാലിയേറ്റീവ് സർജറി വിഭാഗത്തിൽ വാക്വം വൂണ്ട് ഹീലിംഗ് മെഷീൻ, കോണിക് വൂണ്ട് ഡ്രസ്സിംഗ്, മേജർ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ആധുനിക ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ, ലേബർ റൂം, പ്രസവ വാർഡ്, ഒപ്റ്റോമെട്രി, ടോക്കൺ സംവിധാനം എന്നിവയുമുണ്ട്. കിടത്തി ചികിത്സ 34 എണ്ണത്തിൽ നിന്ന് 68 ആക്കി ഉയർത്തി. 110 കോടിയിൽ പണിയുന്ന 6 നില കെട്ടിടത്തിന് കിഫ്ബിയുടെ അന്തിമ സാങ്കേതിക അനുമതി ഉടൻ തന്നെ ലഭിക്കും. ഇതോടെ കിടത്തി ചികിത്സിക്കാൻ 100 ബെഡ് സൗകര്യം കൂടി എത്തുമെന്ന് വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK വേണുഗോപാൽ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സൈജു ഹമീദ് എന്നിവർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ.
അബാക്കസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. അനുമോദന സമ്മേളനം എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. അബാക്കസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. ഡിസംബറിൽ തൃശൂരിൽ നടത്തിയ പരീക്ഷയിൽ ആലപ്പുഴ ജില്ലയിൽ നിന്ന് മികച്ച വിജയം നേടിയവരും സംസ്ഥാന തലത്തിൽ റാങ്ക് നേടിയവരും ഉൾപ്പെടെയുള്ള 272ഓളം വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. എച്ച് സലാം MLA അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏതായാലും നമ്മുടെ ഓരോ കുഞ്ഞിനെ സംബന്ധിച്ചും ആ ഓരോ കുട്ടികൾക്ക് വ്യത്യസ്തമായ കഴിവുകളായിരിക്കും മിക്കവാറും ഉള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, പല ജീനാണ്. അപ്പോൾ ഓരോ കുട്ടികൾക്കുമുള്ള അറിവ്, കഴിവ് ഏതാണോ, അല്ലെങ്കിൽ പ്രത്യേകമായുള്ള സ്കിൽ എവിടെയാണ്, ആ സ്കിൽ കണ്ടെത്താനും ആ സ്കില്ല് പരിപോഷിപ്പിച്ചുകൊണ്ട് അവരെ വളർത്തിക്കൊണ്ട് വരിക എന്ന ഒരു രീതി നമ്മൾ അവലംബിക്കപ്പെടുക എന്നുള്ളത് ഇന്നത്തെ ലോകത്ത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ ലോകം ഞാൻ പറയുന്നത് നമ്മളാരും പ്രതീക്ഷിക്കാത്ത അത്രയും വേഗതയിൽ ശാസ്ത്രത്തിൻ്റെ വളർച്ച ഉണ്ടാകുന്ന ഒരു കാലമാണ്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അതുപോലെ അത്ര വേഗത്തിലാണ് വരുന്നത്. ആ കണ്ടുപിടുത്തങ്ങളുടെ ഭാഗമായി നമ്മുടെ സമൂഹം ആർജിക്കുന്ന പുതിയ വിജ്ഞാനം, പുതിയ അറിവുകൾ അത് ടെക്നോളജിയായിട്ട് മാറുന്നുണ്ട്. ആ ടെക്നോളജി, ആ സാങ്കേതിക വിദ്യ നമ്മുടെ എല്ലാ സാധാരണ സാമൂഹിക ജീവിത ക്രമത്തിലേക്ക് വന്നു ചേരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നു ചേരുമ്പോൾ നമ്മുടെ ഒരു ഭാവി ജീവിതം, നമ്മൾ ഇവിടെ ഇരിക്കുന്ന കൊച്ചു മക്കളുടെ അവർ മുതിർന്ന് ജീവിക്കുമ്പോൾ അവർ ജീവിക്കേണ്ടി വരുന്ന ഒരു സൊസൈറ്റി എങ്ങനെയുള്ള സൊസൈറ്റി ആയിരിക്കും എന്നുള്ളത് നമുക്കൊരു വ്യക്തമായ ധാരണ നമുക്ക് ഉണ്ടാവേണ്ട കാര്യമാണ്. അബാക്കസ് അധ്യാപകരുടെ നേതൃത്വത്തിൽ കുതിരപ്പന്തി SNDP ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ബി സ്മാർട്ട് അബാക്കസ് ചെയർമാൻ നൌഷാദ് അലി അധ്യക്ഷനായി. മുൻ MP അഡ്വക്കേറ്റ് A. മാരിഫ് വിദ്യാർത്ഥികൾക്ക് മൊമെന്റോ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ, ഡെപ്യൂട്ടി കളക്ടർ C. പ്രേംജി, കൗൺസിലർമാരായ B. അജീഷ്, ക്ലാരമ്മ പീറ്റർ, ബിഗ് ബോസ് താരം സിജോ ജോൺ, ഗ്ലിസ്റ്റർ ആർട്ടിസ്റ്റ് അഖിൽ ശ്രീകുമാർ, അധ്യാപിക ശ്രുതി വിപിൻ എന്നിവർ സംസാരിച്ചു. അബാക്കസ് അധ്യാപിക ഫാത്തിമ കബീർ സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. കേരള ചേരമർ സംഘം സംസ്ഥാന സമ്മേളനം മെയ് 18, 19 തീയതികളിൽ ആലപ്പുഴയിൽ നടക്കും. പൊതുസമ്മേളനം കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പോൾ ഈ 50ാം സംസ്ഥാന സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് മെയ് 18, 19 തീയതികളിലാണ് പുളിമൂട്ടിൽ ട്രേഡ് സെൻറ്ററിൽ വെച്ചും അതുപോലെ തന്നെ റെയ്ബാൻ ഓഡിറ്റോറിയത്തിൽ വെച്ചുമാണ് 2 ദിവസമായിട്ടാണ് നടക്കുന്നത്. പുളിമൂട്ടിൽ ട്രേഡ് സെൻറ്ററിൽ വെച്ച് പ്രതിനിധി സമ്മേളനമാണ്. രണ്ടാമത്തെ ദിവസം ആണ് 10:30 യുവജന വനിതാ സമ്മേളനം നടക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ 11:30 ഒരു സെമിനാറുണ്ട്. ജാതി സെൻസസും അതുപോലെ തന്നെ സാമൂഹ്യ നീതിയും എന്ന വിഷയത്തിൽ കെ അംബുജാഷനാണ് സെമിനാർ അവതരിപ്പിക്കുന്നത്. ആ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് TJ ആഞ്ചലോസ്, CPIയുടെ ജില്ലാ സെക്രട്ടറി A. ഷുക്കൂർ. അതിനുശേഷം പൊതുസമ്മേളനം 2:30 തുടങ്ങുന്നത്. പൊതുസമ്മേളനത്തിൽ ശ്രീ കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. കേരള ചേരമർ സംഘം സംസ്ഥാന സമ്മേളനം പുളിമൂട്ട് ട്രേഡ് സെന്ററിൽ വെച്ച റെയ്ബാൻ ഓഡിറ്റോറിയത്തിൽ വെച്ചും മെയ് 18, 19 തീയതികളിൽ നടക്കുന്നു. മെയ് 18 രാവിലെ 9:30 സംസ്ഥാന പ്രസിഡന്റ് ABR നീലംപേരൂർ പതാക ഉയർത്തും. 10:30 പ്രതിനിധി സമ്മേളനം പുളിമൂട്ടിൽ ട്രേഡ് സെന്ററിൽ KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. രണ്ടാം ദിവസം 10:30 മഹിളാ യുവജന സമ്മേളനം പ്രമുഖ ചിന്തകൻ സണ്ണി M. കപ്പിക്കാട ഉദ്ഘാടനം ചെയ്യും. 11:30 ജാതി സെൻസസും സാമൂഹ്യ നീതിയും എന്ന വിഷയത്തിൽ K. അംബുജാക്ഷൻ സെമിനാർ അവതരിപ്പിക്കും. CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്, മുൻ MLA A. ഷുക്കൂർ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും. 2:30 കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് M. ഗീതാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തും. BSP കോർഡിനേറ്റർ സുബ്രഹ്മണ്യൻ PK, BJP സംസ്ഥാന കമ്മിറ്റി അംഗം V. ഗോപകുമാർ, SUCI നേതാവ് NK ബിജു, IUML സംസ്ഥാന കമ്മിറ്റി അംഗം ശ്യാം സുന്ദർ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സംഘാടകരായ MR സദാനന്ദൻ, തങ്കച്ചൻ ഇല്ലിച്ചിറ, O. അച്യുതൻ, സന്തോഷകുമാരി, മിനി ബാലചന്ദ്രൻ എന്നിവർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. റോട്ടറി ക്ലബ്ബുകളും അസാപ് കേരളയും ചേർന്ന് സംഘടിപ്പിച്ച ഇംഗ്ലീഷ് നൈപുണ്യ കോഴ്സ് സമാപിച്ചു. കലവൂർ അസാപ് ഹാളിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. റോട്ടറിയുടെ ഇംഗ്ലീഷ് നൈപുണ്യ കോഴ്സിന് സമാപനം. ആലപ്പുഴ ജില്ലയിലെ 10ഓളം റോട്ടറി ക്ലബ്ബുകളുടെയും അസാപ് കേരളയുടെയും സംയുക്താഭിമുഖ്യത്തിൽ റോട്ടറി ഡിസ്ട്രിക്ട് 3211ൻ്റെ ഡിസ്ട്രിക്ട് പ്രോജക്റ്റായ ഉയരയുടെ ഭാഗമായി ഏപ്രിൽ 9 ആരംഭിച്ച ഇംഗ്ലീഷ് നൈപുണ്യ കോഴ്സാണ് സമാപിച്ചത്. റോട്ടറി ക്ലബ്ബുകൾ സ്പോൺസർ ചെയ്ത 30 കുട്ടികൾക്കാണ് ക്ലാസ് നൽകിയത്. കലവൂർ അസാപ് സെൻറ്ററിൽ നടന്ന ക്ലാസുകൾക്ക് അസാപ്പിൻ്റെ തന്നെ വിദഗ്ധരായ പരിശീലകർ നേതൃത്വം നൽകി. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു.
റോട്ടറി ഡിസ്ട്രിക്ട് 3211 ഇപ്പോഴത്തെ ഗവർണർ സുധി ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു കോഴ്സ് അത് നിങ്ങൾ പഠിക്കണമെന്നുള്ളൊരു അവർ മുന്നോട്ട് വന്നു. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം കൂടി ഈ അവസരത്തിൽ പറഞ്ഞു കൊടുക്കുന്നു. 2027-2028 റോട്ടറി ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ട ഉയരയുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ കൂടിയായ ഡോക്ടർ മീര ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അതിന്റെ ക്രെഡിറ്റ് ഞാൻ ആദ്യമായിട്ട് കവിതയ്ക്കും, കാരണം ഞങ്ങളെ ഫോളോ അപ്പ് ചെയ്ത് നടന്ന അസാപ്പിന്റെ കവിതയ്ക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ റവന്യൂ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലാൽജിക്കും കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സോ കൺഗ്രാറ്റുലേഷൻസ്, താങ്ക് യു ഫോർ ദാറ്റ്. അതിനോടൊപ്പം സ്പോൺസർ ചെയ്യാനായിട്ട് വന്ന എല്ലാ ക്ലബ്ബുകളും പ്രസിഡന്റ്സും. ആലപ്പുഴ റവന്യൂ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ കെ ലാൽജി സ്വാഗതം പറഞ്ഞു. റവന്യൂ ഡിസ്ട്രിക്ട് ഡയറക്ടർ അനിത ഗോപകുമാർ, അസാപ്പ് മാനേജർ ഗ്രീഷ്മ, AG ഡോക്ടർ ബി ശ്രീദേവൻ, അസാപ്പ് ട്രെയിനർ അശ്വതി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ജില്ലയിലെ റോട്ടറി നേതാക്കൾ, കുട്ടികൾ, രക്ഷിതാക്കൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. അസാപ്പ് കേരള പ്രോജക്ട് മാനേജർ കവിത ഉണ്ണികൃഷ്ണൻ നന്ദി പറഞ്ഞു. ചേർത്തല കൊക്കോതമംഗലം മായാനാരായണപുരം ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ 5ാം ദിവസമായ രുക്മിണി സ്വയംവരം ഭക്തിസാന്ദ്രമായി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ചേർത്തല കൊക്കോതമംഗലം കട്ടച്ചിറ മായാനാരായണ ക്ഷേത്രത്തിൽ മെയ് 11 മുതൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൽ 5ാം ദിവസമായ വെള്ളിയാഴ്ച രുക്മിണി സ്വയംവര ചടങ്ങ് നടന്നു. യജ്ഞശാലയിലെ പതിവ് ചടങ്ങുകൾക്ക് ശേഷം ഭാഗവത പാരായണം, തുടർന്ന് സജിത് ഇടമനയുടെ വസതിയിൽ നിന്ന് ഘോഷയാത്രയായി രുക്മിണിയെ യജ്ഞമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചു. ശോഭിപ്പിച്ചലങ്കരിച്ച് ആരൂഢമോദത്തോട് ദ്വാരകാവാസീജനം ദേവരുമതിരിച്ചുകൊണ്ടു കേവലം കൃഷ്ണൻ തന്റെ കല്യാണം ആഘോഷിച്ച തുടർന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഭാഗവത പുരാണ സമീക്ഷ, രുക്മിണി സ്വയംവരം എന്നിവയും നടന്നു. രുക്മിണി സ്വയംവരത്തിന് ശേഷം സ്വയംവര സദ്യയും സമ്പൂർണ്ണ അഹസ്സും നടന്നു. 2 മുതൽ ഭാഗവത പാരായണം തുടർച്ചയും. വൈകിട്ട് 5:30 സർവൈശ്വരി പൂജ, 6:30 ദീപാരാധന, 7:30 അത്താഴപൂജ, ഭജന എന്നിവയും നടന്നു. മെയ് 18 ഞായറാഴ്ചയാണ് സ്വർഗാരോഹണത്തോടെ ചടങ്ങുകൾ സമാപിക്കുക. ഭാഗവതരത്നം തണ്ണീർമുഖം സന്തോഷ് കുമാറാണ് യജ്ഞാചാര്യൻ. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോസ്റ്റൽ ബാലറ്റ് വിവാദത്തിൽ ജി സുധാകരന്റെ തിരുത്ത്. പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയെന്ന പരാമർശം ഭാവന ചേർത്ത് പറഞ്ഞതാണെന്ന് ജി സുധാകരൻ ചേർത്തല കടക്കരപ്പള്ളിയിൽ പറഞ്ഞു. ആലപ്പുഴയിൽ കോളറ ബാധിതനായി ചികിത്സയിലിരുന്ന ഗൃഹനാഥൻ മരിച്ചു. എടത്ത തലവടി 6-ാം വാർഡിൽ പുത്തൻപറമ്പിൽ 48 വയസ്സുള്ള PG രഘുവാണ് മരിച്ചത്. ആലപ്പുഴ KSDP സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാർ ആശുപത്രികളിലേക്ക് മരുന്ന് നൽകിയ ഇനത്തിൽ ലഭിക്കാനുള്ളത് 39.5 കോടി രൂപ. വിദ്യാഭ്യാസ വകുപ്പ് നൽകാനുള്ളത് 2.63 കോടി രൂപ. ആലപ്പുഴ നഗരത്തിലെ പ്രശസ്തമായ മത്സ്യകന്യകാശില്പം തകർക്കാനുള്ള നീക്കത്തിനെതിരെ സാംസ്കാരിക സംഘടനയായ KPCC സംസ്കാര സാഹിതി വികസനത്തിന് എതിരല്ലെന്നും ഇത്തരം സാംസ്കാരിക ചിഹ്നങ്ങൾ നശിപ്പിക്കാതെ അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റണമെന്നും KPCC സാംസ്കാരിക സാഹിതി വ്യക്തമാക്കി. ജില്ലയിൽ മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി 394 ക്യാമ്പുകൾ സജ്ജമായെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.